ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണല്ലോ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പച്ചമുന്തിരി ഉപ്പിലിട്ടതാട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ വൈകിക്കാതെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഈ പച്ചമുന്തിരി ഉപ്പിലിട്ടത് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ അത്യാവശ്യം നല്ല പുളിയുള്ള മുന്തിരി എടുത്തിട്ടുണ്ട്. ഇത് ഒട്ടും കഴിക്കാൻ കൊള്ളില്ല കേട്ടോ, നല്ല പുളിയാണ്. അതുകൊണ്ടാണ് ഇത് ഉപ്പിലിടാൻ വേണ്ടി എടുത്തത്. നിങ്ങൾക്ക് ആ ഒരു റൗണ്ട് ഷേപ്പിലുള്ള പച്ചമുന്തിരി ഇല്ലേ, അതിനും നല്ല പുളിയാണ്. അതുണ്ടെങ്കിൽ അതെടുക്കുക കേട്ടോ. എന്നിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഇതിലെ കീടനാശിനികളെല്ലാം ഒഴിവാക്കിയിട്ട് നമുക്ക് നല്ല വൃത്തിയാക്കി കഴുകിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക് വേണം. ഞാനിവിടെ ഒരു 4-5 പച്ചമുളക് എടുക്കുന്നുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അടുത്തതായിട്ട് 2 കപ്പ് തിളപ്പിച്ചാറിയ വെള്ളത്തിലോട്ട് 1 കപ്പ് വിനെഗർ ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇതിലോട്ട് തന്നെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇത്രയും മതി. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിൽ വേണം. പ്ലാസ്റ്റിക്കിൻ്റെ എടുക്കാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. എന്നിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മുന്തിരി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഈ മുന്തിരി മുങ്ങി നിൽക്കുന്ന ആ രീതിയിൽ തന്നെ വിനെഗറും ഈ വെള്ളവും കൂടി മിക്സ് ആക്കിയിട്ടുള്ളത് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇത് അടച്ച് വെച്ചതിന് ശേഷം 2 ദിവസം കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുന്തിരി ഉപ്പിലിട്ടത് റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. എത്ര പേർക്ക് ഈ ഉപ്പിലിട്ട മുന്തിരി കണ്ടിട്ട് വായിൽ വെള്ളം ഊറുന്നുണ്ട്? ഒന്ന് കമൻറ്റ് ചെയ്യണേ പ്ലീസ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുന്തിരി ഉപ്പിലിട്ടതാണ്. ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.